അബിൻ വർക്കി MLA കാർ അപകടത്തിൽപ്പെടുന്ന ദൃശ്യം റിപ്പോർട്ടറിന് എതിർവശത്ത് നിന്നും വന്ന കാർ MLA കാറിലേക്ക് ഇടിച്ചായിരുന്നു അപകടം. കൂട്ടിയിടി നടന്ന ഉടൻ മുൻ സീറ്റിലിരുന്ന MLA പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ പരിക്കേറ്റ MLA റോഡരികിൽ ഇരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. പ്രവീൺ, ഈ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ് MLA പുറത്തിറങ്ങിയിരിക്കുന്നതും കാണാം. ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു MLA എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? റോഷ്നി, ഇന്നലെ രാത്രി 11:05 ഈ ഒരു അപകടം സംഭവിച്ചത്. പത്തനംതിട്ട ഓമല്ലൂർ ഷട്ടർമുക്കിൽ ആണ് അപകടം സംഭവിച്ചത്. നമുക്ക് ആ CCTV ദൃശ്യത്തിൽ കാണാം. എതിർവശത്ത് നിന്നും മറ്റൊരു കാർ വരുന്നുണ്ട്. ആ കാർ നിയന്ത്രണം വിട്ട് അബിൻ വർക്കി MLA സഞ്ചരിച്ചിരുന്ന ഇന്നോവ വാഹനത്തിലേക്ക് നേർക്കുനേർ ഇടിക്കുകയായിരുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ മുൻവശം പൂർണ്ണമായും ഈ ഇന്നോവ വാഹനത്തിന്റെ തകർന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അബിൻ വർക്കി ഡ്രൈവറുടെ ഇടതുവശത്താണ് അദ്ദേഹം ഇരുന്നിരുന്നത്. ആ സീറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞിട്ട് റോഡരികിൽ തന്നെ അദ്ദേഹം ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൈക്കും കാലിനും ചതവ് പറ്റിയിട്ടുണ്ട്. ഡ്രൈവർക്കും പരിക്കേറ്റു. പുറകു സീറ്റിൽ ഇരിക്കുകയായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു KSU നേതാവിന്, അദ്ദേഹത്തിന്റെ സഹായിക്കും പരിക്കേറ്റിട്ടുണ്ട്. 3 പേരെയും ഉടൻ തന്നെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ അബിൻ വർക്കി MLA ആരോഗ്യനില തൃപ്തികരമാണ്. അദ്ദേഹത്തെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. കൈക്കും കാലിനും ചതവ് ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റ് ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നും ഇല്ല. കൂടെയുണ്ടായിരുന്ന 2 പേർക്കും, ഡ്രൈവർ അരുണിനും ഒപ്പം തന്നെ കൂടെയുണ്ടായിരുന്ന ഓഫീസ് സഹായിക്കും വലിയ പരിക്കുകളൊന്നും ഏറ്റില്ല. പരിക്ക് ഗുരുതരമല്ല. 3 പേർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. നമുക്ക് ആ CCTV ദൃശ്യം കാണുമ്പോൾ കാണാം. 2 CCTV ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ കാർ എതിർവശത്തു നിന്ന കാർ വേഗതയിൽ എത്തി നിയന്ത്രണം വിട്ട് വലത്തേക്ക് പാളിപ്പോകുന്നത് നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം. രണ്ടാമത് CCTVയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നോവ വാഹനം, അബിൻ വർക്കി സഞ്ചരിച്ച ഇന്നോവ വാഹനം വരികയും അത് ഇടതുവശം ചേർന്ന് തന്നെ യഥാർത്ഥ സൈഡിൽ കൂടി തന്നെയാണ് അബിൻ വർക്കിയുടെ വാഹനം പോയിക്കൊണ്ടിരുന്നത്. വളരെ പെട്ടെന്ന് എതിർവശത്തു നിന്നുള്ള വാഹനം ഈ ഇന്നോവ വാഹനത്തിന്റെ മുൻവശത്ത് തന്നെ ഇടിക്കുകയാണ്. എയർ ബാഗ് പ്രവർത്തിച്ചു. അബിൻ വർക്കി MLA പെട്ടെന്ന് തന്നെ വാഹനത്തിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിയതിന് ശേഷമാണ് റോഡരികിൽ അവിടെ ഉണ്ടായിരുന്ന ഫുട്പാത്ത് ഭാഗത്ത് ഇരിക്കുന്നത്. കാലിന് നല്ല വേദന ആ സമയത്ത് തന്നെ അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുന്നത്. ഡ്രൈവർ പെട്ടെന്ന് തന്നെ, അരുൺ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി ഈ ഇന്നോവയുടെ പുറകുവശത്തുകൂടി വന്ന് MLAക്ക് എന്തെങ്കിലും കൂടുതൽ പരിക്കുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും 3 പേർ വളരെ ഭാഗ്യകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. നാട്ടുകാർ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഓടിക്കൂടി. രാത്രി 11:05 സമയമായിരുന്നു. വലിയ ഗതാഗതമൊന്നും ആ സമയം അവിടെ ഇല്ലായിരുന്നു. അടുത്തുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ എത്തുകയും ഇത് MLA വാഹനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ 3 പേരെയും പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും അബിൻ വർക്കി MLA പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.